നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. രുദ്രാക്ഷം മഹാദേവന്റെ അശ്രുക്കളിൽ നിന്നുമാണ് ഉണ്ടായത് എന്നാണ് പുരാണം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ധരിക്കുന്നവൻ ശിവതുല്യനായി മാറും എന്നാണ് വിശ്വാസം. എന്നാൽ മുഖങ്ങളുടെ എണ്ണം നോക്കി ചിട്ടകൾ പാലിച്ചു വേണം രുദ്രാക്ഷം ധരിക്കാൻ. എന്ത് കണ്ടാലും അതൊക്കെ വാരി അണിയരുത്. അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം ധരിക്കുക. സന്ധ്യാനാമം ജപിക്കുമ്പോൾ വൈകുന്നേരം 6-നും 8-നും ഇടയ്ക്കുമുള്ള സമയം അതിനായി കണ്ടെത്തുക. അത് കൂടുതൽ ഫലം ചെയ്യും എന്നാണ് വിശ്വാസം. അതിൽ തന്നെ ആദ്യ ഭാഗമാണ് ഏറ്റവും ശുഭകരം. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിദധീശ്വരം സ്വാമി ആരാധ്യപാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം സ്വാമി ശക്തമാനസം ഭരണലോലുപം സ്വാമി നർത്തനാലസം അരുണഭാസുരം സ്വാമി ഭൂതനായകം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പ്രണയസത്യകം സ്വാമി പ്രാണനായകം പ്രണതകൽപകം സ്വാമി സുപ്രഭാജിതം പ്രണവമന്ദിരം സ്വാമി കീർത്തനപ്രിയം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരഗവാഹനം സ്വാമി സുന്ദരാനനം വരഗദായുധം സ്വാമി വേദവർണിതം ഗുരുകൃപാകരം സ്വാമി കീർത്തനപ്രിയം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രിഭുവനാർച്ചിതം സ്വാമി ദേവതാത്മകം ത്രിനയനം പ്രഭും സ്വാമി ദിവ്യദേശികം ത്രിദശപൂജിതം സ്വാമി ചിന്തിതപ്രദം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാപഹം സ്വാമി ഭാവുകാവഹം ഭുവനമോഹനം സ്വാമി ഭൂതിഭൂഷണം ധവളവാഹനം സ്വാമി ദിവ്യവാരണം
ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. കളമൃദുസ്മിതം സ്വാമി സുന്ദരാനനം, കളഭകോമളം സ്വാമി ഗാത്രമോഹനം. കളഭകേസരിം സ്വാമി വാജിവാഹനം, ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശ്രിതജനപ്രിയം സ്വാമി ചിന്തിതപ്രദം, ശ്രുതിവിഭൂഷണം സ്വാമി സാധുജീവനം. ശ്രുതിമനോഹരം സ്വാമി ഗീതലാലസം, ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് 41 ദിനങ്ങൾ ചേർന്നതാണ്. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ ഒരു മണ്ഡലകാലം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതമെടുക്കണമെന്നാണ് വിധി. ഇതിനു പിന്നിൽ ചില ശാസ്ത്രീയതകളും വിശ്വാസങ്ങളുമുണ്ട്. ഇന്നത്തെ കഥയമ്മ അത് വിശദീകരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ പോകുന്ന ഓരോ ഭക്തനും ഭഗവാൻ അനുശാസിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നിരവധി തവണ നമ്മൾ ആവർത്തിച്ചു. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് യഥാർത്ഥത്തിൽ വിധി. അതാണ് ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതിൽ വേണ്ട ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്തുന്നുണ്ട്. അതൊക്കെ ഭഗവാൻ ക്ഷമിക്കട്ടെ. എങ്കിൽ പോലും 41 ദിവസം വ്രതമെടുത്ത് കെട്ട് നിറച്ച് ഇരുമുടി ഏന്തി 18 പടി ചവിട്ടി ഭഗവാനെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള രീതി. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു പ്രാധാന്യം, എന്തൊക്കെ ചിട്ടകളാണ് സാധാരണ രീതിയിൽ ശബരിമല വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ശീലിക്കേണ്ടത്. ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം, എന്തുകൊണ്ട് 41 എന്നുള്ള സംഖ്യ വന്നു, ഒരു മണ്ഡലകാലം എന്ന കണക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം. പൂർണ്ണമായും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ആ 41 എന്നുള്ള സംഖ്യയ്ക്കുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പോലും പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ 41 ദിവസം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇതൊന്നും ചെയ്യരുത്, ഈ ഒരു ജീവിതക്രമം എപ്പോഴും സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കാരണം? ആധുനിക ശാസ്ത്രം പറയുന്നു 41 ദിവസം ഒരു ശീലം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരും എന്നാണ്. 41 ദിവസം കൃത്യമായിട്ട് എണീറ്റ ഒരാൾക്ക് 42ാമത്തെ ദിവസം ഒരു അലാറവും ഇല്ലാതെ ഒരാളും വിളിക്കാതെ സ്വമേധയാ സ്വയം എണീക്കാൻ സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടാവും. 41 ദിവസം സാത്വികമായിട്ടുള്ള ആഹാരം മാത്രം കഴിച്ച് ശീലിച്ച ഒരാൾക്ക് ഒരു തരത്തിലും അസാത്വികമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളോട് ഒരു തരത്തിലുള്ള ഭ്രമവും പിന്നീട് ഉണ്ടാവില്ല. 41 ദിവസം കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം നടത്തിയ ഒരാൾക്ക് 42ാമത്തെ ദിവസം അവിടെ പോയില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു വിഷമം ഉണ്ടാകുന്നത് പോലെയൊക്കെ തോന്നാൻ തുടങ്ങും. കാരണം എന്താണ്? ഇതൊക്കെ തന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാറി. 41 ദിവസം ചിട്ടയായിട്ട് വ്രതമെടുത്തുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതം സാർത്ഥകമാക്കാനുള്ള ശീലങ്ങൾ പഠിക്കാൻ പറ്റും. സ്വാമി ധർമ്മശാസ്താവാണ്. ശാസ്താവ് എന്ന പദത്തിൻ്റെ അർത്ഥം
പഠിപ്പിക്കുന്നവൻ എന്നാണ്, ഗുരു എന്നാണ്. എന്താണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്? ചര്യയാണ് പഠിപ്പിക്കുന്നത്, ശീലങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. ഇതാണ് ഭഗവാൻ ആത്യന്തികമായിട്ട് പറയുന്നത്. എന്തിനു വേണ്ടി? പരമമായിട്ടുള്ള ജ്ഞാനത്തെ അറിയാൻ ഈ ശീലങ്ങൾ അനുവർത്തിക്കൂ, മറ്റുള്ളത് കൈവെടിയും. ഇതാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 41 ദിവസം എന്ന കണക്ക് കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പാലിക്കുന്നവർക്കാണ് ഭഗവാനെ കാണാനുള്ള പൂർണ്ണമായിട്ടുള്ള അർഹത. ഭക്തിയാണ് ഏറ്റവും വലിയ അർഹത, അതിലൊന്നും തർക്കമില്ല. എങ്കിൽ പോലും ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഭഗവാൻ ശാസ്താവാണ്. ഭഗവാന്റെ നിയമങ്ങൾക്ക് ഭഗവാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു കാലത്തും വരുത്തിയിട്ടില്ല. ഭഗവാൻ എന്താണോ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഭഗവാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് 41 ദിവസം വ്രതമെടുക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ നല്ല ശീലങ്ങൾ അയാളുടെ ജീവിതാവസാന കാലം വരെ പിന്തുടരാൻ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവും. അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ കാരണം. 2, എങ്ങനെയൊക്കെയുള്ള ശീലങ്ങളാണ് വേണ്ടത്? ഓരോ സ്ഥലത്തും ഗുരുസ്വാമിമാരുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് വ്രതചര്യകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഭഗവാൻ സ്വയം ഭഗവാന്റെ ആ ഒരു കൽപ്പനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എപ്പോഴും ബ്രഹ്മചാരി ഭാവം ഉണ്ടാവണം എന്നുള്ളതാണ്. ബ്രഹ്മചര്യം സൂക്ഷിക്കണം. ബ്രഹ്മചര്യത്തിൽ സ്ത്രീ പുരുഷ ബന്ധം അതിൻ്റെ ഒരു ഘടകമാണ്. അത് മാത്രമല്ല ബ്രഹ്മചര്യം, ഒരു തരത്തിലുള്ള മോശം ചിന്തകളും മനസ്സിലുണ്ടാവരുത്. കൃത്യമായി പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും ചെയ്തിട്ടുണ്ടായിരിക്കണം. ശരണം വിളി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. സാത്വികമായിട്ടുള്ള ആഹാരം മാത്രമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടാൻ പാടുള്ളൂ. അതുതന്നെ സാത്വികമായിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ പോലും ഏറെ നേരം പാചകം ചെയ്ത് വെച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. ഒപ്പം തന്നെ ഒരു തരത്തിലും പകലുറക്കം അനുവദനീയമല്ല. മരണാനന്തര ചടങ്ങുകളിലോ വിവാഹങ്ങളിലോ പങ്കെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള നിയമങ്ങൾ ഭഗവാൻ അനുവർത്തിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം കൂടിയാണ്, ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവത്തിലുള്ള യോഗഭാവത്തിലുള്ള ശാസ്താവായതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു പ്രായപരിധി നിയന്ത്രണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഭഗവാന്റെ വ്രതാനുഷ്ഠാന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്നതിലൂടെ ഭഗവാന്റെ സ്മരണയാണ് തീർച്ചയായിട്ടും ഉയരേണ്ടത്. വ്രതത്തിലൂടെ ശരീരത്തിന് ശുദ്ധി ഉണ്ടാവുന്നു. ശരണം വിളിയിലൂടെ വാക്കിന് ശുദ്ധി ഉണ്ടാവുന്നു. ഭഗവാനെ മാത്രം മനസ്സിൽ എപ്പോഴും പ്രതിഷ്ഠിച്ചതിലൂടെ മനസ്സിനും ശുദ്ധി ഉണ്ടാവുന്നു. ത്രികരണ ശുദ്ധിയാണ് ശബരിമലയ്ക്ക് പോകുന്ന ഏതൊരു തീർത്ഥാടകനും ആത്യന്തികമായിട്ട് വേണ്ടത്. ശരീരത്തിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധി, വാക്കിൻ്റെ ശുദ്ധി. ശരീരത്തിൻ്റെ ശുദ്ധിയാണ് രാവിലെയും വൈകിട്ടുള്ള സന്ധ്യാവന്ദനവും പ്രഭാതവന്ദനവും കൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. വാക്കിൻ്റെ ശുദ്ധിയാണ് ശരണം വിളി കൊണ്ടുണ്ടാവുന്നത്. മനസ്സിൻ്റെ ശുദ്ധിയാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം സ്മരിച്ച് ജീവിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വ്രതചര്യ പിന്തുടരുന്ന ഓരോരുത്തർക്കും ആത്യന്തികമായി അയ്യപ്പനെ അറിയാൻ സാധിക്കും, അയ്യപ്പനായി തീരാൻ സാധിക്കുന്നതാണ്. നമ്മളെയൊക്കെ തന്നെ മാല ധരിച്ച് കഴിയുന്ന സമയത്ത് പൊതുവിൽ സമൂഹം വിളിക്കുക സ്വാമി എന്നാണ്. ആ വിളി കേൾക്കാനുള്ള അർഹത ഉണ്ടാവണമെങ്കിൽ ഈ 3 കരണശുദ്ധികളും നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആധുനിക ശാസ്ത്രം പോലും ശരിവെക്കുന്ന 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളാവട്ടെ, ഭഗവാൻ പറഞ്ഞ നിയമങ്ങളാവട്ടെ, ഇത് അനുവർത്തിക്കുന്നതിലൂടെ സ്വയം അയ്യപ്പനായി തീരാൻ നമ്മളെ എല്ലാവരെയും ആ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ ഭഗവാനുമായിട്ട് സംബന്ധിക്കുന്ന മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വാമിയെ ശരണമയ്യപ്പ. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ കൃഷ്ണനെ കാണാൻ പോകുന്ന കുചേലൻ ഭാര്യയോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദേവനെ കാണാൻ പോകുമ്പോൾ വെറും കൈയുമായി പോകാൻ പാടില്ല. കഴിവിനനുസരിച്ച് എന്തെങ്കിലും കൊണ്ടുപോകണം. അവിലോ മലരോ ഫലമോ പുഷ്പമോ തിരിയോ എന്തെങ്കിലും ഒന്ന് ദേവന് സമർപ്പിച്ചാൽ നന്ന്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസവിധം നമ്മെ തൊട്ടുവിളിക്കുകയാണ്. ഇവിടെയാണ് വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. സ്വയംഭൂവായ ശാസ്താ പ്രതിഷ്ഠയാണ് ഇവിടെ ആരാധനാമൂർത്തി. മണ്ഡലകാല വിഭാതമായി ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു
മണ്ഡലകാലവിഭാതമായി ശരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. പുനരൊരു കുതിരയെ വാഹനമാക്കിയ ശാസ്താവിന്റെ തിരുസന്നിധി ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് മാനവ സമൂഹത്തെ തയ്യാറാക്കുന്ന രഥവീതിയാണ്. ശാസ്താവ് ഹരിഹരപുത്രനായി ജനിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. ഹരിഹരപുത്രനായി ജനിച്ച കുഞ്ഞിന് ശാസ്താവ് എന്ന നാമകരണം നടത്തിയത് മഹാവിഷ്ണുവാണ്. ദുർമാർഗികളെ ശാസിച്ച് നേർവഴിക്ക് നയിക്കാനും ധർമ്മം സംരക്ഷിക്കാനുമാണ് ശാസ്താവിന് നിയോഗം സിദ്ധിച്ചത്. ശരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. പശ്ചിമഘട്ട മലനിരകളിലെ പ്രസിദ്ധമായ ശാസ്താക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം. ശബരിമല, പൊന്നമ്പലമേട്, അച്ചൻകോവിൽ, ആര്യൻകാവ്, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിൽ കൂടാതെ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ശാസ്താംപാറയിലും പരശുരാമൻ ശാസ്താപ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിച്ചു വരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ കാട്ടാക്കട നെയ്യാർ റൂട്ടിൽ യാത്ര ചെയ്താൽ വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. കാടും മേടും നീലപ്പട്ടുകളണിഞ്ഞു, നൽപൂങ്കാവും ചിൽപ്പൂങ്കാറ്റും കർപ്പൂരാരതി ഒഴിഞ്ഞു. നൽപൂങ്കാവും ചിൽപ്പൂങ്കാറ്റും കർപ്പൂരാരതി ഒഴിഞ്ഞു. കർപ്പൂരാരതി ഒഴിഞ്ഞു. മണ്ഡലകാലവിഭാതമായി ശരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. പശ്ചിമഘട്ട മലനിരകളിലെ ശാസ്താംപാറയിൽ ശാസ്താപ്രതിഷ്ഠ നടത്തിയത് ശ്രീ പരശുരാമനാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പൂജ ചെയ്യാനായി പരശുരാമൻ ഈ പ്രദേശത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവർ നിത്യവും പൂജ നടത്തി വരുന്നു. ശബരിമല തൻ നീലിമയിൽ അന്ന് പൂജ നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് വാർദ്ധക്യം ബാധിച്ചപ്പോൾ പൂജാതി കാര്യങ്ങൾ മുടങ്ങുമോ എന്ന് അദ്ദേഹം ഭയന്നു. അദ്ദേഹം ഇക്കാര്യം ഭഗവാന് മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അന്ന് പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കൂടെ ബാലരൂപത്തിൽ ഭഗവാൻ എഴുന്നള്ളുകയുണ്ടായി. ഏറെ ദൂരം കാനന വഴികളിലൂടെ സഞ്ചരിച്ച ബ്രാഹ്മണന് നെയ്യാറിന്റെ കരകളിലെത്തിയപ്പോൾ പുഴ മുറിച്ചു കടക്കാനാകാതെ വിഷമിച്ചു നിൽക്കേണ്ടി വന്നു. കാനന വഴികളിലുടനീളം തന്നെ അനുഗമിച്ച ബാലനെ ചൊല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം. എങ്ങനെ ഈ ബാലനെയും കൊണ്ട് അക്കരെ കടക്കും എന്ന് അദ്ദേഹം മനംനൊന്ത് ആലോചിച്ചു. ആ സമയം 6 കടന്ന് അക്കരെ ചെന്ന് ബാലൻ തിരുമേനി വരുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. സന്തോഷവാനായ ബ്രാഹ്മണൻ 6 കടന്ന് അക്കരെ എത്തുകയും സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്തു. ഏറെ നേരം അങ്ങനെ യാത്ര ചെയ്ത് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ കുഞ്ഞു ബാലൻ അത്യധികം തേജോമയനായി കാണപ്പെട്ടു. കയ്യിൽ അമ്പും വില്ലുമേന്തിയ ബാലൻ ഒരു ദിവ്യരൂപമായി നിലകൊള്ളുകയായിരുന്നു. തുടർന്ന് ബാലൻ ബ്രാഹ്മണ ശ്രേഷ്ഠനോടായി പറഞ്ഞു അത്രേ, ഇനി മുതൽ ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം. തിരുമേനി ഇവിടെ വന്ന് പൂജകൾ ചെയ്താൽ മതി. വാർദ്ധക്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തേജോമയനായ ബാലന്റെ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷവാനായി. അന്നു മുതൽ വീരണകാവിലെത്തുന്ന ഭക്തജനങ്ങൾ ഭഗവാന് പടത്തിക്കുല നിവേദ്യമായി അർപ്പിച്ചു വരുന്നു. തിരുവാഭരണം പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാഭരണം. മകര സംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം. പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാഭരണം. നീലനഭസ്സിൽ കളഭം വഴിയും ശ്രീല പൗർണമി പോലെ പുണ്യമനസ്സിൽ സ്വാമി പൊഴിയും പൂർണ്ണ ചന്ദ്രിക ചാലേ. മകര സംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം.
പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാവരണം. തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള ഗിരിവർഗ്ഗക്കാർ അവരുടെ പ്രധാന ദൈവമായി കാണുന്നത് ശ്രീ ശാസ്താവിനെ തന്നെയാണ്. ഒന്നതു കണ്ടു തൊഴാൻ നക്ഷത്ര കണ്ണു തുറന്നു ഗഗനം. ഒന്നതു കണ്ടു തൊഴാൻ നക്ഷത്ര കണ്ണു തുറന്നു ഗഗനം. വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് സമീപം ഒരു ശിവക്ഷേത്രമുണ്ട്, നെടുമൺ മഹാദേവ ക്ഷേത്രം. പൊന്നമ്പലമതിൽ ദേവകളൊഴിയും കർപ്പൂര പൊൻകിരണം. കർപ്പൂര പൊൻകിരണം. മകര സംക്രമ സന്ധ്യയിൽ ശ്രീമണി കണ്ണ. വീരണകാവ് ശ്രീ ധർമ്മശാസ്താവിന്റെ പിതൃസ്ഥാനത്താണ് നെടുമൺ ക്ഷേത്രത്തിലെ മഹാദേവനെ ആരാധിച്ചു വരുന്നത്. ഒരു കനകാവരണം. അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലച്ചിറപ്പ് മഹോത്സവവും ആഴിപൂജയും വിശേഷാൽ ചടങ്ങുകളാണ്. ശരണം ശബരിഗിരിയൊരു കരിമലയായി മുഴക്കിടുന്നു ശരണം. മംഗളദർശന സായുജ്യത്താൽ മിഴികളിൽ മോദാശ്രുകണം. പടത്തിക്കുല, ഇടിച്ചുപിഴിഞ്ഞ പായസം, ഉണ്ണിയപ്പം, പാനകം എന്നിവയാണ് ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്. ഗുരുധർമ്മപാദത്തെ താണോ വണങ്ങിയൻ നരജന്മ കെട്ട് മുറുക്ക്. തിരുപടിയേറാനൊരുക്ക്. ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്. ഇരുമുടിക്കെട്ട് നിറപ്പ്. ശ്രീഭൂതനാഥനേ ശരണം. ശ്രീനാഥഭൂതനേ ശരണം. വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാം മാരാരിക്കടിയന്റെ സ്മരണാർച്ചനം. മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാം മാരാരിക്കടിയന്റെ സ്മരണാർച്ചനം. അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിലെന്നാത്മാർപ്പണം. അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിലെന്നാത്മാർപ്പണം. ഭൂതപ്രപഞ്ചന്റെ ആവാഹനം. ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്. ഇരുമുടിക്കെട്ട് നിറപ്പ്. ശ്രീഭൂതനാഥനേ ശരണം. ശ്രീനാഥഭൂതനേ ശരണം. വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. ആണ്ടവനായ ശ്രീ ധർമ്മശാസ്താവ് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് കുടികൊള്ളുന്ന വീരണകാവ് ശ്രീ ധർമ്മശാസ്താ സന്നിധി
ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു. ശരണം വേദാന്ത വേദ്യനേ ഏകാന്തവാസനെ ആനന്ദ ചിത്തനേ ശരണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം ചിലപ്പോൾ പ്രയോജനരഹിതമായിരിക്കാം. സ്നേഹം മനസ്സിൽ ഒളിച്ചു വെക്കാനുള്ളതല്ല. പ്രകടിപ്പിക്കുന്ന സ്നേഹം ഗുണത്തോടൊപ്പം സംതൃപ്തിയും നൽകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.